ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജാനൂസ് മേഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന മാങ്ങാച്ചാറാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഓയിലിട്ട് കൊടുക്കും, പിന്നെ നമ്മൾ കുറച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് സാധനം ഇട്ട് കൊടുക്കും, പിന്നെ അത് കുറച്ച് ഇതാവണം. പിന്നെ നമ്മൾ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നല്ലോണം മിക്സ് ആക്കണം. ഇതേപോലെ ആക്കിയെടുക്കാം. നമുക്ക് എത്രത്തോളം ഇങ്ങനെ വേണം. പിന്നെ ഉലുവാപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ആവശ്യത്തിന്. പിന്നെ ഇത്രയും 2 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അതും കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കാവൂ. നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അത് കുറുകിപ്പോവും കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് മാത്രമേ ഉപ്പിടാവൂ, അല്ലെങ്കിൽ കൂടിപ്പോൾ ടേസ്റ്റ് കാണില്ല. അപ്പോൾ നമ്മൾ 2 സ്പൂണ് എടുക്കണമെന്ന് നല്ല ടേസ്റ്റ്. പക്ഷേ ചില ആൾക്കാർ ഇത് ഇങ്ങനെയാണ് ഇടുന്നത്, 2 സ്പൂൺ ഇട്ടിട്ട് കലക്കാതെ കുറച്ച് ചിലപ്പറ്റ് ഇങ്ങനെ കലക്കിയിട്ട് ഇടാവും. ഫുള്ളും കലക്കിയിട്ടേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് പിടിക്കില്ല. ഇതേപോലെ നല്ല ഭംഗിക്ക് കുറുകി വരണം, എന്നാലേ നമുക്ക് ടേസ്റ്റ് കാണുള്ളൂ. പക്ഷെ നമ്മൾ ആ മാങ്ങയൊക്കെ കുരുങ്ങാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ അടുത്ത പരിപാടിയായിട്ട് കടക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മാങ്ങ എടുത്തു. നമ്മൾ എല്ലാം ഒരുമിച്ചാണ് ഇടാനുള്ളത് കേട്ടോ. എന്തോ ആശയം എനിക്കറിയാം. വീഡിയോ എടുക്കണത് അതെല്ലാം തെറ്റിക്കാണും. നമ്മൾ ഇതേപോലെ മാങ്ങ ഇട്ട് നമ്മൾ വീണ്ടും ഇതേപോലെ നല്ല മിക്സ് ആക്കിയാൽ ടേസ്റ്റ് കാണുള്ളൂ. കണ്ടോ, എല്ലാം ഇങ്ങനെ ആ മുളകൊക്കെ എല്ലാം നല്ല മിക്സ് ആവണം. ഗ്യാസ് ഓഫ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമുക്ക് പരിപാടി തീർന്നു, കുറച്ചേ ഉള്ളൂ. വെളുത്തുള്ളി നമ്മൾ ഇന്നലെ എടുത്തു, പക്ഷേ ഇന്നലെ എനിക്ക് വയ്യാതെ ഞാൻ വീഡിയോ എടുത്തില്ല. വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ വേറൊരു പാനിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അല്ല വിളിച്ചത്. അടുത്ത് നമ്മൾ കായപ്പൊടിയാണ് ഇടുന്നത്, ആവശ്യത്തിന്. 1 സ്പൂൺ മാത്രം ഇട്ടാൽ മതി. ചില ആൾക്കാർ കായപ്പൊടിയൊന്നും ഇടില്ല, അത് ചുമ്മാ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെച്ച് നമ്മൾ കായപ്പൊടി ഇട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. ഉപ്പ് നോക്കൂ, ഞാൻ നോക്കാം. എൻ്റെ അടുത്താണ് നോക്കാം. കൈ കൊണ്ട് എടുക്കരുത്. എനിക്ക് നോക്കട്ടെ. പിടിച്ചില്ലല്ലേ? അവരോട് ചോദിച്ചോ, അവനല്ലേ കൊണ്ടുപോകുന്നത്.
ഇവിടെ കേൾക്കണ്ട. ഇനി വേണമെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചിട്ട് ചേർക്കണം. കൈ കഴി ഇരിക്കണോ? ഇപ്പം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ ഗ്ലാസ് ഇടുന്നതെന്ന്. നമുക്കൊരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്, കപ്പ് സ്റ്റാൻഡ്. ഇപ്പോൾ ഇത് നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കും. പക്ഷെ മറ്റേ നമുക്കിപ്പോൾ കബോർഡ് വെച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും കബോർഡ്സാണ്. ഇനി താഴെ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇവിടെ നമ്മൾ ഗ്ലാസസ് ആണ് വെക്കുന്നത്. കാണിച്ചു തരാവേ. ഇപ്പോൾ സൈഡുണ്ട് കുറേ ഗ്ലാസസിൻ്റെ സെലക്ഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ നമ്മൾ പ്ലേറ്റ് സാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടു, ഇതൊക്കെ എല്ലാം ബാക്കിയുള്ള സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ഇത് വേറൊരു സാധനമാണ്. പിന്നെ കുറേ ആൾക്കാർ എന്നെ പ്രോട്ടീനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് ദിവസമായി കുടിച്ചിട്ട് കേട്ടോ. ഇതെനിക്ക് നല്ല ഇതായിട്ട് തരുന്ന ഒരു ബോട്ടിലാണ്. ഇപ്പം എനിക്ക് ആശുപത്രി പോയാൽ പോലും ഞാനിപ്പോൾ വെള്ളമൊന്നും കുടിക്കൂലായിരുന്നു. ഇപ്പം കുറച്ച് ഇതൊരു ബോട്ടിൽ വാങ്ങിച്ചപ്പോൾ ഇതിലൊന്നും കുടിച്ചു. ഇപ്പോൾ വേറെ വേനൊന്നും ഇല്ല കേട്ടോ. ഇതേപോലെ എല്ലാവരും ഇതേപോലെ ഇതിൽ വാങ്ങിയാൽ മതി. പിന്നെ നമ്മൾ വീണ്ടും മിക്സ് ചെയ്യാണ് കേട്ടോ. വലിയമ്മയൊക്കെ അയച്ചോളൂ, കിച്ചുവിനെ അച്ഛനൊക്കെ ഇട്ടുക. അടുത്ത വീണ്ടും വരാം. ബൈ ബൈ.